ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ CPI സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പേര് തള്ളി കൊല്ലം ജില്ലാ കൗൺസിൽ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജി ശശിധരൻ, CPI ജില്ലാ കൗൺസിൽ അംഗം RS അനിൽ എന്നീ പേരുകളാണ് ജില്ലാ കൗൺസിൽ കൈമാറിയത്. അതിന്റെ വിശദാംശങ്ങളുമായി അരുൺ രാജ് നമുക്കൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരും. ആ ഘട്ടത്തിൽ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആനി രാജയെ കൂടാതെ 2 പേരുകൾ കൂടി CPI പരിഗണിക്കുന്നു. സത്യൻ മൊകേരി, PP സുനീർ എന്നിവരാണ് പരിഗണനയിലുള്ളത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ കൗൺസിലാണ് 2 പേരുകൾ കൂടി ഉയർന്നത്. ജില്ലാ സെക്രട്ടറി EJ ബാബുവിനെ പരിഗണിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നെങ്കിലും അന്തിമ പട്ടികയിൽ പക്ഷേ പേര് ഇടം പിടിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ BJP. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് സൂചന. NDAയിൽ സീറ്റ് വിഭജനവും പൂർത്തിയായി. BJP 16ഇടത്തും BDJS 4ഇടത്തും മത്സരിക്കും. തൃശൂരിനൊപ്പം BJP ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ദേശീയ നേതാക്കളിൽ ഒരാളെ തന്നെ ഇവിടേക്ക് പരിഗണിക്കണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യമാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്താൻ കാരണം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ആദ്യഘട്ടത്തിൽ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടയിൽ സീറ്റുകൾ തമ്മിൽ ധാരണയായി. 16 സീറ്റുകളിൽ BJPയും 4 സീറ്റുകളിൽ BDJSും മത്സരിക്കും. കോട്ടയം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി എന്നീ സീറ്റുകളാണ് BDJSന്. കോട്ടയത്ത് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് BDJS BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. സമുദായത്തിനെ അപമാനിക്കുന്ന നിലപാട് PC ജോർജ് മുൻപ് സ്വീകരിച്ചുവെന്നാണ് BDJSന്റെ പരാതി. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രൺജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രൺജിത്ത് സ്ഥാനാർത്ഥിയായേക്കും. സന്ദീപ് വചസ്പതിയുടെ പേരും പരിഗണനയിലാണ്. ആലത്തൂരിൽ SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട് സ്ഥാനാർത്ഥിയാകും. 24 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ CPI സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പേര് തള്ളി കൊല്ലം ജില്ലാ കൗൺസിൽ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജി ശശിധരൻ, CPI ജില്ലാ കൗൺസിൽ അംഗം RS അനിൽ എന്നീ പേരുകളാണ് ജില്ലാ കൗൺസിൽ കൈമാറിയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, നേരത്തെ അരുൺകുമാറിന്റെ പേരാണ് നമ്മൾ മാവേലിക്കരയിൽ ഉയർന്നു കേട്ടത്. സംസ്ഥാന നേതൃത്വത്തിനും താല്പര്യം എന്ന തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലാ കൗൺസിൽ നൽകുന്ന പേരുകൾ വ്യത്യസ്തമാണ്. എന്താണ് CPIയിൽ നിന്നുള്ള വിവരങ്ങൾ, ഷഫീദ് റാവുത്തർ? രഞ്ജിത്ത്, CPIയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ജില്ലാ നേതൃയോഗങ്ങൾ ചേർന്ന് വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയരുന്നത്. അതായത് 3 ജില്ലാ കമ്മിറ്റികളാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്ത് അറിയിക്കുന്നത്. ഒന്ന് കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ് AIYF നേതാവ് അരുൺകുമാറിനെതിരെ കാര്യമായ വിമർശനം ഉയർന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഈ 3-അംഗ സാധ്യത സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കൊല്ലം ജില്ലാ കൗൺസിലിന്റെ 3-അംഗ സാധ്യത സ്ഥാനാർത്ഥി പട്ടികയിൽ അരുൺകുമാറിന് ഏറ്റവും അവസാനത്തെ പരിഗണന മാത്രമാണുള്ളത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഈ പട്ടികയിലുണ്ട്. എന്നാലും ആദ്യം കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകുന്ന പട്ടികയിൽ പേരിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രജി ശക്തിധരനാണ്. അത് AIYFന്റെ നേതാവാണ്. മാത്രവുമല്ല, 2ാമത്തെ പേരുകാരനായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറുമുണ്ട്. 3ാമത് ഈ അരുൺകുമാറിന്റെ പേര് പരിഗണിക്കാനുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിജയസാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ പരിഗണിക്കണം എന്നുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. കോട്ടയം ജില്ലാ കമ്മിറ്റിയും അരുൺകുമാറിന്റെ പേരിന് എതിരാണ്. മാത്രവുമല്ല, അരുൺകുമാറിന്റെ പേര് പരിഗണിച്ചാൽ വിജയസാധ്യത എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ നേതൃത്വം മാത്രമാണ് അരുൺകുമാറിന്റെ പേര് ഇതിനോടകം തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത്. അതായത് ഔദ്യോഗികമായി ഈ 3 ജില്ലാ കമ്മിറ്റികളുടെയും അഭിപ്രായം പരിഗണിക്കും. അതിനുശേഷം മാത്രമായിരിക്കും തൊട്ടടുത്ത ദിവസം, അതായത് 26-ന് ചേരുന്ന CPI സംസ്ഥാന നേതൃയോഗങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ. അതേസമയം തിരുവനന്തപുരത്തും മറ്റു ചില പേരുകൾ കൂടി ഉയർന്നതായിട്ടാണ് വിവരം. തൃശൂരിൽ VS സുനിൽകുമാറിനെതിരെ മറ്റ് പേരുകളില്ല. അതേസമയം വയനാട്ടിലും PP സുനീറിന്റെ, ആനിരാജയ്ക്കൊപ്പം PP സുനീറിന്റെ അടക്കം പേരുകൾ വയനാട് ജില്ലാ കമ്മിറ്റി ചർച്ചയിൽ ഉയർത്തിയിട്ടുണ്ട്.
ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ CPI സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പേര് തള്ളിക്കൊണ്ടാണ് കൊല്ലം ജില്ലാ കൗൺസിലിന്റെ തീരുമാനമുണ്ടാകുന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ പ്രഥമ പരിഗണന കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജീഷ് ശശിധരനാണ്. അതുപോലെ രണ്ടാമതായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ പേരാണ് ജില്ലാ നേതൃത്വം നിർദ്ദേശിക്കുന്നത്. വയനാട്ടിൽ ആനി രാജയ്ക്കൊപ്പം സത്യൻ മൊകേരിയുടെയും PP സുനീറിന്റെയും പേരുകൾ ജില്ലാ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. അസ്വസ്ഥതയിൽ അസഭ്യമോ? വാർത്താ സമ്മേളനത്തിനിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ അസഭ്യം പറഞ്ഞതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് കടുത്ത അതൃപ്തി. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയ VD സതീശനെ ഹൈക്കമാൻഡ് ഇടപെട്ട് അനുനയിപ്പിച്ചു. സതീശനും താനും തമ്മിൽ ജ്യേഷ്ഠാനുജ ബന്ധമെന്ന് K സുധാകരൻ പറഞ്ഞു. അമർഷം ഉള്ളിലൊതുക്കി VD സതീശനും വിവാദം അവസാനിപ്പിച്ചു. സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട പതിവ് വാർത്താ സമ്മേളനത്തിൽ 20 മിനിറ്റോളം VD സതീശനെ കാത്തുമുഷിഞ്ഞപ്പോഴായിരുന്നു K സുധാകരന്റെ അസഭ്യ പ്രയോഗം. സുധാകരൻ കൂടുതൽ പറയും മുമ്പേ മൈക്ക് ഓണാണെന്ന് നേതാക്കളുടെ ഓർമ്മപ്പെടുത്തൽ. സംഭവം വിവാദമായതോടെ VD സതീശന് അതൃപ്തി. KC വേണുഗോപാലിനെ രാജ്യസന്നദ്ധത അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പ്രശ്നം വേണ്ടെന്നും വിഷയത്തിൽ ഇടപെടാമെന്നും KC വേണുഗോപാൽ ആശ്വസിപ്പിച്ചു. ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രശ്നങ്ങളില്ലെന്ന് പറയണമെന്ന ആവശ്യം സതീശൻ അംഗീകരിച്ചില്ല. തുടർന്ന് K സുധാകരൻ ഒറ്റയ്ക്ക് മാധ്യമങ്ങളെ കണ്ടു. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അല്പം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് പ്രതികരിച്ചത്. അപ്പോൾ ഇവനെ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി, ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. പരിഹാസവുമായി P രാജീവൻ രംഗത്തെത്തി. ഞങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ആ ഒരു പാർട്ടി എത്തിച്ചേർന്നൊരു അവസ്ഥകൾ നോക്കിയാൽ മതി. അവരുടെ ആ നിങ്ങളുടെ തന്നെ അഭിമുഖത്തിൽ കണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചുള്ള ഐക്യത്തിന്റെ ആ മഹനീയതയൊക്കെ നിങ്ങൾ പല ഇന്റർവ്യൂയിലൂടെയും വളരെ അവതരിപ്പിക്കുന്നത് കണ്ടു. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നം പരസ്യമായതിൽ അണികൾക്കും അമർഷമുണ്ട്. 24 ആലപ്പുഴ. സമരാഗ്നി വേദിയിൽ ആന്റണി MP നാക്കുപിഴ. KPCC അധ്യക്ഷന്റെ പേര് മാറിപ്പോയത് വേദിയിൽ ചിരി പടർത്തി. K സുധാകരനെ K സുരേന്ദ്രൻ എന്നാണ് ആന്റണി അഭിസംബോധന ചെയ്തത്. സമരാഗ്നിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ K സുരേന്ദ്രൻ അവറുകളെ, K സുധാകരൻ അവറുകളെ, മൂന്നാം സീറ്റ് വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന് സൂചന. നാളെയാണ് കോൺഗ്രസുമായുള്ള നിർണായക ചർച്ച. ഒരു സീറ്റ് കൂടി ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആവർത്തിച്ചു. തർക്കം തുടർന്നാൽ UDFന്റെ വിജയസാധ്യത കുറയുമെന്ന് K മുരളീധരൻ MP പ്രതികരിച്ചു. മൂന്നാമതൊരു സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസും കിട്ടിയേ മതിയാവൂ എന്ന് മുസ്ലിം ലീഗും. നാളെ കോൺഗ്രസുമായുള്ള ചർച്ച പരാജയപ്പെടാനാണ് സാധ്യതയെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു. അങ്ങനെയെങ്കിൽ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം തീരുമാനിച്ചതായാണ് സൂചന. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന കമ്മിറ്റി ചർച്ച നടത്തി. ആവശ്യമെങ്കിൽ മത്സരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്ന് PMA സലാം. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെയാവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. ലീഗുമായുള്ള നാളത്തെ ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലീഗിന് മൂന്നാം സീറ്റ് ചോദിക്കാൻ അർഹത ഉണ്ടെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകൂ എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ.
ലീഗുമായുള്ള തർക്കം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് കെ മുരളീധരൻ MP. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. മുസ്ലിം ലീഗിന്റേത് നാണംകെട്ട രാഷ്ട്രീയമെന്ന് BJP. മൂന്നാം സീറ്റിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായമാണ്. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുടെ തണലിലാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് കടന്നാൽ സംസ്ഥാനത്തെ മുന്നണി സമവാക്യങ്ങൾ ഉൾപ്പെടെ മാറി മറിഞ്ഞേക്കും. 24 മലപ്പുറം. കോൺഗ്രസിന്റെ ചവിട്ടും കുത്തുമേറ്റ് UDF-ൽ തുടരണോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കോൺഗ്രസ് ജാഥയിൽ ലീഗിനെ അടുപ്പിക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഇപ്പോൾ തെറിവിളിയാണ്. ഇനി അടി നടക്കുമെന്നും EP ജയരാജൻ പരിഹസിച്ചു. ചവിട്ടും കുത്തുമേറ്റ് പരിഹാസ്യരായി കഴിഞ്ഞുകൂടണമോ എന്ന കാര്യം മുസ്ലിം ലീഗ് ആലോചിക്കട്ടെ. അത് അവരുടെ കാര്യമാണ്. ഒരു മുന്നണിയുടെ ജാഥ കോൺഗ്രസിൻ്റെ ജാഥയായി നടത്താൻ പാടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ അടുപ്പിച്ചോ? അവർ ആലപ്പുഴ എത്തിയപ്പോൾ എന്തായി? നേതാക്കന്മാർ തമ്മിൽ ഇനി അടുത്ത അടി നടക്കും. ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ. ഇനി അതിനപ്പുറം നടക്കും. അതാണ് കോൺഗ്രസ്. സർക്കാരിനോട് വീണ്ടും കൊമ്പുകോർത്ത് ഗവർണർ. വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള 3-അംഗ സർക്കാർ പട്ടിക തിരിച്ചയച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ രാജിവെച്ചു. VC-യെ പുറത്താക്കാനുള്ള ഹിയറിംഗിന് മുന്നോടിയായിട്ടാണ് VC-യുടെ നടപടി. ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ട സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഗവർണർ. ഡോക്ടർ സോണിച്ചൻ P. ജോസഫ്, M. ശ്രീകുമാർ, TK രാമകൃഷ്ണൻ എന്നിവരുടെ പട്ടികയാണ് ഗവർണർ തള്ളിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി P. രാജീവ് എന്നിവരടങ്ങിയ സമിതിയാണ് വിവരാവകാശ കമ്മീഷണർമാരുടെ പട്ടിക ശുപാർശ ചെയ്തത്. പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. അതിനിടെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല VC PM മുബാറക് പാഷ ഗവർണർക്ക് രാജിക്കത്ത് നൽകി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടക്കേണ്ട VC-മാരുടെ ഹിയറിംഗിന് മുന്നോടിയായാണ് നടപടി. രാവിലെ നടന്ന ഹിയറിംഗിൽ ഡിജിറ്റൽ സർവകലാശാല VC നേരിട്ട് ഹാജരായി. കാലിക്കറ്റ് VC-ക്ക് വേണ്ടി അഭിഭാഷകനാണ് എത്തിയത്. സംസ്കൃത സർവകലാശാല VC-യുടെ അഭിഭാഷകൻ ഓൺലൈനായും പങ്കെടുത്തു. നിയമോപദേശം തേടിയ ശേഷമാകും രാജിയിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. ചട്ടപ്രകാരം വിജിലൻസ് റിപ്പോർട്ട് ഇല്ലാത്തതിനാലാണ് വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള പട്ടിക തിരിച്ചയച്ചതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പട്ടികയിലുള്ളവർ നോൺ ഒഫീഷ്യൽസ് ആണ്. അതിനാൽ വിജിലൻസ് റിപ്പോർട്ട് ആവശ്യമാണെന്ന് ഗവർണർ വിശദീകരിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല VC-യുടെ രാജിക്കാര്യത്തിൽ ഗവർണർ നിലപാട് വ്യക്തമാക്കിയില്ല. They all come from non-official background. So in the case of the non-official persons, vigilance report should be there. When the vigilance report comes, they will be clear. There is nothing extraordinary about it. They are all non-officials. The chief is a former judge. Therefore, vigilance is not required. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പൊങ്കാലയ്ക്കൊരുങ്ങിയ അനന്തപുരി. ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനവും ആറ്റുകാൽ ക്ഷേത്രവും. നാളെ രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 2:30 നിവേദ്യം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പൊങ്കാല ഉത്സവത്തിന്റെ 8ാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാർത്തിക നാളിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി ഉത്സവം തുടങ്ങിയതു മുതൽ പതിവിലും തിരക്ക് കൂടുതലാണ്. ഇത്തവണ കൊടും ചൂടിൽ മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. ഒരു 15 വർഷമായി ഞങ്ങള് ഇത്തവണ തിരക്ക് കുറച്ച് കൂടുതലുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും ലൈനിൽ നിൽക്കേണ്ടി വരാറില്ല. എല്ലാ വർഷവും ഇടാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം തിരക്കാ തോന്നുന്നുണ്ട്. വ്രതം നോറ്റു പൊങ്കാലയിടാൻ ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി.
പ്രധാന വഴിപാടുകളിലൊന്നായ നാരങ്ങമാല ചാർത്താനെത്തിയവരും ഏറെയുണ്ട്. ഇപ്രാവശ്യം തിരക്ക് കൂടുതലാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്രാവശ്യം നല്ല തിരക്കായിരുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരും ഏറെയാണ്. തലസ്ഥാന നഗരം യാഗശാലയാകാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഇപ്പോൾ ഈ രാത്രിയിലും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തരുടെ വലിയ തിരക്കാണ് എനിക്ക് പിന്നിലൊക്കെ കാണാൻ സാധിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്നും സ്മിതയ്ക്കും പ്രവിതയ്ക്കും ശ്രീനിതയ്ക്കുമൊപ്പം ഗോപിക സുരേഷ്, 24. വരുൺ ഗാന്ധി BJP വിടുമെന്ന് സൂചന. ഉത്തർപ്രദേശിലെ പിലീഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. BJP സീറ്റ് നിഷേധിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വരുൺ ഗാന്ധി SP-യുമായി ചർച്ച സജീവമാക്കിയത്. പിലീഭിത്തിലെ സിറ്റിംഗ് MP-യാണ് മേനകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി. ഏറെ നാളായി കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തുള്ള വരുൺ ഗാന്ധിക്ക് BJP ഇത്തവണ സീറ്റ് നിഷേധിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു കുടുംബത്തിന് ഒരു സീറ്റ് തീരുമാനം കർശനമായി നടപ്പാക്കാൻ എന്ന പേരിൽ പീലിഭിത്തിൽ വരുൺ ഗാന്ധിയെ മാറ്റി ഉത്തർപ്രദേശ് മന്ത്രി സഞ്ജയ് സിംഗ് ഗാംഗ്വാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. ഈ സാഹചര്യത്തിൽ പീലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. ഇക്കാര്യത്തിൽ പ്രാഥമിക ധാരണ ആയെന്നാണ് വിവരം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ ഇടപെടലും പിന്നിലുണ്ടെന്നാണ് സൂചന. 1996 മുതൽ മേനകാ ഗാന്ധിയുടെ കൈവശമുള്ള പീലിഭിത്ത് സീറ്റിൽ 59% വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ തവണ വരുൺ ഗാന്ധി വിജയിച്ചത്. വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നതിലൂടെ BJPക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാമെന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. പീലിഭിത്തിലെ റാലിയിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ച് പരാമർശിക്കാതിരുന്ന വരുൺ ഗാന്ധി ജയ് ശ്രീറാം, ഭാരത് മാതാ മുദ്രാവാക്യം മാത്രം കേട്ട് വോട്ട് ചെയ്യരുതെന്നും മധുരവാക്കുകൾ പറഞ്ഞ് വഞ്ചിക്കുന്നവരല്ല ഗാന്ധി കുടുംബമെന്നും പറഞ്ഞിരുന്നു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയിലെത്തി ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടികൾ. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായാണ് സീറ്റ് ധാരണ. ഡൽഹിയിൽ 4ഇടത്ത് ആം ആദ്മി പാർട്ടി, 3ഇടത്ത് കോൺഗ്രസും മത്സരിക്കും. എതിർപ്പുകൾ മറികടന്ന് ഗുജറാത്തിലെ ബറൂച്ച് സീറ്റ് ആം ആദ്മിക്ക് നൽകി. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് പോരാടും. ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിലെ വിജയം. ഗുജറാത്തിലെ ബറൂച്ച് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നതിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ എതിർപ്പറിയിച്ചെങ്കിലും അത് മറികടന്നാണ് സീറ്റ് ആം ആദ്മിക്ക് നൽകിയത്. ബറൂച്ചിന് പുറമെ ഭാവ്നഗറിൽ കൂടി ആം ആദ്മി മത്സരിക്കും. ഹരിയാനയിൽ അത്ര വലിയ സ്വാധീനം ആം ആദ്മിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത്. ബാക്കിയുള്ള 9 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കാനാണ് തീരുമാനം. ഗോവയിലെ 2 സീറ്റുകളിലും ചണ്ഡീഗഡിലെ 1 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. പ്രവചനങ്ങൾ പോലെ സീറ്റ് വിഭജനത്തിൽ ഡൽഹിയിൽ ആം ആദ്മിക്ക് 4ഉം കോൺഗ്രസിന് 3ഉം സീറ്റുകൾ നൽകി. പഞ്ചാബിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായും ധാരണയിലെത്തിയ കോൺഗ്രസിന് മുന്നിലുള്ള പ്രതിസന്ധി ബംഗാളാണ്. ചർച്ചകൾ അണിയറയിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഫലസൂചനകൾ ഇതുവരെ ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. 24 ഡൽഹി. കൊച്ചി കലൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. ലഹരി ഇടപാടുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാം സുന്ദറിന്റെ നിർദ്ദേശപ്രകാരമുള്ള നടപടി. 150 പേർ ഉൾപ്പെടുന്ന പോലീസ് സംഘം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിസരത്തെ സ്ഥാപനങ്ങൾ പരിശോധിച്ചു. വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി. രാത്രി 9 മണിയോടെ ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ നീളും. കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവിന്റെ കൊലപാതകം ആസൂത്രിതം. പാർട്ടിക്കുള്ളിലെ അവഗണന സഹിക്കാതായതോടെയാണ് PV സത്യനാഥനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി അഭിലാഷിന്റെ മൊഴി. പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതി അഭിലാഷിന്റെ മൊഴി. നേതാക്കളുടെ സംരക്ഷകനായി നിന്ന തനിക്ക് മറ്റു പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റപ്പോൾ സത്യനാഥൻ കുറ്റപ്പെടുത്തി. ഇതോടെയുണ്ടായ വ്യക്തിവൈരാഗ്യവും കൊലയ്ക്ക് കാരണമായി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഗൾഫിൽ നിന്നാണ് ആയുധം വാങ്ങിയത്. കൃത്യം നടത്തിയ ശേഷം ആയുധം അടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തൻ്റെ വീടിന് മുന്നിലൂടെ നിരന്തരം പോകുന്ന സത്യനാഥനെ ഇതിനു മുൻപ് താൻ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അഭിലാഷിന്റെ മൊഴിയിലുണ്ട്. പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. വെള്ളിയാഴ്ച രാത്രിയാണ് ക്ഷേത്രമുത്സവത്തിനിടെ കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥനെ വെട്ടിക്കൊന്നത്. 24 കോഴിക്കോട്. ഭവനരഹിതരില്ലാത്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പും തോപ്പുംപടി ഔർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും. ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ 200ാമത്തെ വീടിന്റെ താക്കോൽ സുപ്രീം കോടതി മുൻ ജഡ്ജി സിറിയക് ജോസഫ് കൈമാറി.
പദ്ധതിക്ക് പിന്തുണ നൽകാൻ സാധിച്ചത് അഭിമാന നേട്ടമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പറഞ്ഞു. ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായിരുന്നു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.